സ്റ്റൈലിൻ്റെ 4th സെഷനാണ്. അപ്പോൾ അതായത് നമ്മൾ ഓൾറെഡി പ്ലെയിൻ സ്കൈ ചെയ്തു, ക്ലൗഡ്സ് ഉള്ള സ്കൈ ചെയ്തു, മിക്സ്ഡ് കളർ അതായത് സൺസെറ്റ് പോലുള്ള സ്കൈ ചെയ്തു. ഇനി 4th നമ്മൾ ചെയ്യുന്നത് നൈറ്റ് സ്കൈ ആണ്. അപ്പോൾ അങ്ങനെ 4 സ്കൈ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ആക്രിലിക് പെയിൻറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതാണ് ഏറ്റവും ബേസിക്സ്. പിന്നെ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നോക്കാം. ആദ്യം നമ്മളൊരു ബേസ് കോട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു വാഷ് അടിക്കുകയാണ്. ബേസ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുകയാണ്. നമ്മൾ പേപ്പറിലല്ലേ ചെയ്യുന്നത്. അപ്പം അതിനെ ആക്രിലിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആക്കി മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് ആയിട്ടൊരു കളർ കൊടുക്കുകയാണ്. ഇപ്പം നൈറ്റ് സ്കൈ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നൈറ്റ് സ്കൈ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക്, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂ ഫാക്ലോ ബ്ലൂ ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്ലൂ എടുക്കണമെങ്കിൽ അത് യൂസ് ചെയ്യും. ഞാനത് ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. അപ്പം ബ്ലാക്ക് ആദ്യം വാഷ് ചെയ്തു. എവിടെയാണ് ബ്ലാക്ക് ഏരിയ വരേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ അവിടെ ബ്ലാക്ക് കൊടുത്തു. അതിനുശേഷം കുറച്ച് ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് അൾട്രാമറൈൻ ബ്ലൂവും കൂടി എടുത്തിട്ടുണ്ട്, ആ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. അതായത് കൂൾ ബ്ലൂവും വാം ബ്ലൂവും തമ്മിലൊരു ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് അതെല്ലാം കൂടി വൈറ്റ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തതാണ്. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വീണ്ടും ഇതേ കളേഴ്സ് തന്നെ ഓവർലാപ്പ് ചെയ്യുക. ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യുക ബ്രഷിനെ. അത് ഒരുപാട് വലിയ ചിത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ സൈസ് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചെറിയ പെയിൻറ്റിങ് ആയതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് 1/2 സൈസ് ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാഷൊക്കെ ചെയ്യാനാണ് അതിങ്ങനെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യണം, ഇങ്ങനെ ലാർജ് ഏരിയ ആണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ എന്താ പറയുക, ഈ നമ്മൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വലിയൊരു ഏരിയ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. രണ്ടാമത് ഒരുപാട് സ്ട്രോക്സ് വരും. അതിന് സ്ട്രോക്സ് പോക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലെൻഡിങ്ങിൻ്റെ ഇത് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ആദ്യം മുതലേ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഏത് നൈറ്റ് സ്കൈ ആണ്, പ്ലസ് കുറച്ചൊരു ഗാലക്സി പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ആ ഒരു ലൈറ്റ് കളർ ചേഞ്ച് വരാറുണ്ടല്ലോ, അപ്പോൾ അവിടെ വൈറ്റ് ആക്കി വിട്ടിട്ടുണ്ട് ഇവിടെ. ഇനി കൂടെ ഈ വൈറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ സ്കൈൻ്റെ കളർ, അതായത് അൾട്രാമറൈൻ ബ്ലൂവും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡുകൾ കുറച്ച് അതിനകത്തേക്ക് കയറി നിൽക്കുന്ന പോലെ, ആകാശത്തെ ക്ലൗഡ് സ്റ്റാർസ് എല്ലാം കൂടി വന്നിട്ടുള്ള ആ ഒരു സെലസ്റ്റിയൽ ബോഡീസ് വന്നിട്ടുള്ള ഒരു ഏരിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഇത് ഇന്ന പോലെയൊന്നുമില്ല, കുറച്ച് വൈറ്റ് എടുത്ത് അപ്ലൈ ചെയ്യും. പിന്നെ അത് കുറച്ച് അവിടെ ഒരു ഡാർക്ക് ബ്ലൂ, കാരണം ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലെയർ ഫോം ചെയ്യാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ചും കൂടി എന്തായാലും ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെയർ ആയിട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇങ്ങനെ ഡെഫിനറ്റ് ഷേപ്പ് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാമറൈൻ ബ്ലൂ, ഫാക്ലോ ബ്ലൂ, വൈറ്റ്, പിന്നെ കുറച്ച് ക്രിംസൺ എടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള ഭാഗത്ത് കുറച്ച് റെഡ് കൊടുക്കാനുള്ള, റെഡല്ല ഒരു ചെറിയ ആ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ എമൗണ്ടിൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് വൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ആ ലെയർ ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുമ്പോൾ അത് ഒരു എന്താ പറയുക സെമി ഫില്ലായിട്ട് നിൽക്കില്ലേ. അപ്പോൾ വീണ്ടും ഇതേ സംഭവം തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് ലെയർ കിട്ടും. ഇതേപോലെ 2 ലെയർ, ഒരു 3 ലെയർ അത് മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ അപ്പം നമുക്ക് ആ ലെയർ ഉള്ള പോലെ തോന്നും. അപ്പോൾ ലെയർ ഉള്ള പോലെ തോന്നിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ എന്താ പറയുക, അങ്ങനെ ഇത്ര ബാക്കിലോട്ട് എന്നല്ലല്ലോ, കുറേ ബാക്കിലോട്ടിലായിട്ട് തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒന്നെങ്കിൽ സ്റ്റെൻസിൽ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയുള്ള ടെക്സ്ചർ വരത്തില്ലേ, അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാനെ കൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഒരു ലൈറ്റുള്ള പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെവി ആയിട്ട് വൈറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഭയങ്കര ഷാർപ്പായി നിൽക്കണ്ട, കുറച്ച് വക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കാരണം അതൊന്ന് സോഫ്റ്റായി നിന്നോട്ടെ, നൈറ്റ് സ്കൈ അല്ലേ, കുറച്ച് സോഫ്റ്റായി നിന്നോട്ടെ, അതുകൊണ്ടാണ്. അപ്പം വൈറ്റ് കുറച്ച് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ എന്നാലും നമ്മൾ ദൂരം നോക്കുമ്പോൾ ആ വൈറ്റ് കുറച്ച് കാണണം.
ഇതിനകത്ത് വലിയ ടെക്നിക്കോ അങ്ങനെയൊന്നുമില്ല. സെയിം ഇത് തന്നെയാണ്. നമ്മളെന്താ ഒരേ പാറ്റേൺ ലെയർ ചെയ്താൽ പോകുന്നത്. ആദ്യം നമ്മൾ 2 ലെയർ കൊടുത്തു. അതായത് ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും ആ ഒരു ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലെയർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെലസ്റ്റിയൽ ബോഡീൻ്റെ മുകളിൽ ആ ഒരു ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ലെയർ 3 4 ലെയർ അത്ര മതി. അത് ലെയർ നമുക്ക് കുറേ സമയം എടുത്ത് നിങ്ങൾ ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് വെറുതെ കുത്തി കൊടുത്താൽ മതി. ആ ഒരു പാച്ചുകൾ, അതായത് ഫാത്തലോ ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, കുറച്ച് ക്രിംസൺ, അടിയിലോട്ട് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പാച്ചസ് ഫോം ചെയ്യുക, അത്രയേ ഉള്ളൂ. കാരണം അത് കുറച്ചും കൂടി ആ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു തോന്നിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സ്റ്റാർസ് വരുമ്പോഴാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ആദ്യം കുറച്ചൊരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടില്ല, ഞങ്ങൾക്ക് അവിടെ വഴി ബ്രഷ് സ്ട്രോക്സ് കാണുന്നു. സ്ട്രോക്സ് ഒക്കെ ഒഴിവാക്കണം. അതല്ലാണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വലിയ സീനില്ല. കാരണം സ്റ്റാർസ് വരുമ്പം അതൊക്കെ പാച്ചപ്പ് ആയിക്കോളും. പിന്നെ ഇത് പേപ്പറിൽ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പെയിൻറ്റിങ്ങിന് അബ്സോർബ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം എക്സ്ട്രാ ലെയേഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ക്യാൻവാസിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. 2 കോട്ട് പേസ്റ്റ് അടിച്ച് അത് കഴിഞ്ഞ് ഈ ഗാലക്സി സെലസ്റ്റിയൽ ബോഡീൻ്റെ ഏരിയ ജസ്റ്റ് കുത്തി ചെയ്യുക. അങ്ങനത്തെ 2 ലെയർ ചെയ്യുക, കഴിഞ്ഞു സ്റ്റാർസ് കൊടുക്കുക, ഫിനിഷ്. ഇത് പേപ്പറിൽ ചെയ്യാനെ കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇനി സ്പ്ലാറ്റർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡും റൈറ്റ് ഹാൻഡിൽ ആക്ച്വൽ ബ്രഷ് അടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ബ്രഷിൻ്റെ മുകളിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാണ്. അപ്പം താഴെ ഇങ്ങനെ സ്പ്ലാറ്റർ പോലെ ഡോട്ട് പോലെ സ്റ്റാർസ് പോലെ ഫോം ചെയ്യും. ഗാലക്സീൻ്റെ നിങ്ങൾ ഫോട്ടോസൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ കാണാം ഒരുപാടധികം സ്റ്റാർസുള്ള ഒരു ഒരു വ്യൂ ആണ്. അപ്പം നമുക്ക് കൊച്ചു സ്റ്റാർസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചങ്ങനെ ഒരുപാട് ലൂസായിട്ടുള്ള പേസ്റ്റ് എടുക്കണ്ട, കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ട് അടിച്ചാൽ മതി. നമുക്ക് വലിയ സ്റ്റാർസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം പെയിൻറ്റ് എടുത്തിട്ട് അതിനൊന്ന് ഡൈല്യൂട്ട് എന്നിട്ട് ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട കേട്ടോ. കുറച്ചൊരു വെള്ളമുള്ള പോലെ ആക്കിയതിന് ശേഷം ഒരു മിക്സ് സെമി പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വലിയ സ്റ്റാർസ് കിട്ടും. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന മരവും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി സ്കൈ സീരീസിൻ്റെ 4 കോൺസെപ്റ്റുകൾ, അതായത് പ്ലെയിൻ സ്കൈ, ക്ലൗഡ്സ് സ്കൈ, സൺസെറ്റ്, നൈറ്റ് സ്കൈ, ഈ 4 കാര്യം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്കൈൻ്റെ തീം നമ്മളിവിടെ നിർത്തുകയാണ്. ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇനിയുള്ള പെയിൻറ്റിങ്സിൽ ഞാൻ ഇന്നത് റെഫർ ചെയ്യാനേ പറയുള്ളൂ. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.